കുറച്ച് ദിവസങ്ങളായിട്ട് സജിനയും ഫിറോസും തമ്മിലുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ മുഴുവനും ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ പല കാര്യങ്ങളും സജിന വന്ന് പറഞ്ഞപ്പോൾ ഞാനും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായി. അയ്യോ, സജിനയെ ഫിറോസ് എന്തുമാത്രം ഉപദ്രവിച്ചു, അതുകൊണ്ട് തന്നെ കയ്യിലൊക്കെ മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു, ഞാനിനി എങ്ങനെ മുന്നോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞപ്പോൾ ശരിക്കും സത്യം സജിനയുടെ ഭാഗത്ത് തന്നെയാണെന്ന് വിചാരിച്ചു പോയി. കാരണം ഫിറോസിനെ നമ്മൾ പലപ്പോഴും കണ്ടത് ബിഗ് ബോസിലായാലും എങ്കിലും ഫിറോസിനെ നമ്മൾ കണ്ടപ്പോഴൊക്കെ ഫിറോസ് ഒരു വല്ലാത്തൊരു സ്വഭാവം പോലെയാണ് തോന്നിയത്. പക്ഷേ ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ ഫിറോസ് ഇപ്പോൾ വന്ന് പറഞ്ഞപ്പോഴാണ് ഓരോ വോയിസൊക്കെ ഫിറോസ് പുറത്ത് വിട്ടിട്ടുണ്ട്. റസൂൽ പൂക്കുട്ടിയും സജിനിയും തമ്മിൽ സംസാരിക്കുന്നതൊക്കെ. അയ്യയ്യോ, ഇങ്ങനെയൊരു കുടുംബം ഉണ്ടാവുമോ, ഇങ്ങനെയൊക്കെ നമ്മുടെ കേരളത്തിൽ ഭാര്യയും ഭർത്താവുമായി ജീവിക്കുന്നുണ്ടോ എന്നൊക്കെ തോന്നിപ്പോകുന്നൊരു സ്വഭാവക്കാരിയാണ് സജിന. റസൂൽ പൂക്കുട്ടിയായിട്ടുള്ള ബന്ധത്തിലൊരു കുട്ടിയുണ്ടായി, അത് അബോഷനായി പോയപ്പോഴൊക്കെ സങ്കടം പറയുന്ന സജിന, ആദ്യത്തെ കുട്ടിയുടെ അച്ഛൻ ഏതോ ഒരാൾ, രണ്ടാമത്തെ കുട്ടിയുടെ അച്ഛൻ ഫിറോസ്, മൂന്നാമത്തെ കുഞ്ഞിൻ്റെ അച്ഛൻ റസൂൽ പൂക്കുട്ടി, 3 കുഞ്ഞുങ്ങളുടെ അച്ഛന്മാർ ഓരോരുത്തർ. ഇതിലൊന്നും സജിനക്ക് ഒരു നാണക്കേടോ ഒരു വിഷമോ ഒന്നുമില്ല. മൂത്ത കുഞ്ഞ് വളർന്ന് വലിയൊരു കുട്ടിയായിട്ടുണ്ട്, ഒരു പെൺകുഞ്ഞ്. ഇതൊന്നും സജിനക്ക് പ്രശ്നമില്ല. എന്നിട്ടാണ് വന്നിരുന്നിട്ട് എൻ്റെ കുഞ്ഞ് മനസ്സിലാക്കില്ലേ, എൻ്റെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ഞാൻ ആരായി എന്നൊക്കെ പറയുമ്പോൾ അകത്ത് കിടന്ന് സജിന കളിച്ച കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഫിറോസ് വന്ന് പറയുമ്പോഴാണ് ഇത്രയൊക്കെ കളിക്കാൻ കഴിവുള്ളൊരു സ്ത്രീയാണോ സജിന എന്ന് തോന്നിപ്പോകുന്നത്. കുറച്ച് വോയിസൊക്കെ ഫിറോസ് പുറത്ത് വിട്ടിട്ടുണ്ട്. അതിൽ സജിന റസൂൽ പൂക്കുട്ടിയോട് പറയുന്ന ഓരോ കാര്യങ്ങളുണ്ട്. അവളുടെ കുഞ്ഞു പോയതിനും മാനസികമായി തളർന്നെന്നും അതുപോലെ തന്നെ എന്തൊക്കെയാണ് റസൂൽ പൂക്കുട്ടിയോട് പറയുന്നതെന്ന് അറിഞ്ഞൂടാ. സജിനയുടെയും റസൂൽ പൂക്കുട്ടിയുടെയും വോയിസൊക്കെ ഫിറോസ് പുറത്ത് വിട്ടിട്ടുണ്ട്. ആ വോയിസ് കേൾക്കുമ്പോൾ നമ്മൾ തന്നെ ഞെട്ടിപ്പോകുന്നു. എന്തൊക്കെയാണ് നടക്കുന്നത്? ഓസ്കാർ അവാർഡ് ജേതാവ് എന്താണല്ലേ, രാജ്യം തന്നെ അംഗീകാരം കൊടുത്തിയ ഒരാളുടെ വായിൽ നിന്ന് വരുന്ന വാക്ക്. ഇല്ലീഗൽ സംഭവം എടുത്തിട്ട് ഫിറോസിനെ കേസിൽ കൊടുക്കണമെന്ന് സജിനയെ ഉപദേശിച്ചു കൊടുക്കുക. അതൊക്കെ വളരെ നല്ല രീതിയിൽ മൂളി കേൾക്കുക സജിന. അതൊക്കെ കേൾക്കുമ്പോൾ അത് സത്യമാണ് ആ വോയിസ് അല്ലേ എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയതാണോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അത് സത്യമാണെങ്കിൽ സജിന എന്തുമാത്രം ക്രിമിനൽ സ്വഭാവമുള്ള ഒരാളാണ്. ഇതൊന്നും ഇപ്പം പുറത്ത് വന്നില്ലെങ്കിൽ എല്ലാവരും ചിന്തിക്കും ഫിറോസിന് വല്ലാത്ത സ്വഭാവമാണ്. കാരണം നമ്മൾ കാണുന്നതും ഫിറോസിൻ്റെ ആ ഒരു സ്വഭാവമാണ്. പാവം സജിന എന്തെല്ലാം അനുഭവിച്ചു. എല്ലാവരും സജിനയുടെ സപ്പോർട്ടായിട്ടായിരുന്നു നിന്നത്. പക്ഷേ ഫിറോസ് ഇപ്പോൾ ചെയ്ത വീഡിയോയിൽ നമുക്ക് കേൾക്കാൻ പറ്റില്ല സജിന എന്തുമാത്രം വൃത്തികെട്ടൊരു സ്വഭാവമായിരുന്നു ഫിറോസിൻ്റെ കൂടെ ജീവിക്കുമ്പം തന്നെ. അതിൽ പറയുന്നുണ്ട് സജിന ആദ്യത്തെ ബന്ധമൊക്കെ കഴിഞ്ഞിട്ട് ഇവർ രണ്ടും തമ്മിൽ കല്യാണം കഴിക്കുമ്പോഴും കല്യാണം കഴിക്കുന്ന ആ സമയത്തും മറ്റൊരു പുരുഷനുമായിട്ട് ബന്ധമെന്ന്. അത് ഒന്നും രണ്ടും ഒന്നുമല്ല, ഇത് അവസാനമാണോ റസൂൽ പൂക്കുട്ടിയിലെത്തിയത്, ഇനിയും ഈ ജൈത്രയാത്ര തുടരുമോ എന്നുള്ളത് ആർക്കും പറയാൻ പറ്റില്ല. അതിൻ്റെ ഇടയിൽ 2 കുഞ്ഞുങ്ങളും. ആൽബത്തിൽ അഭിനയിക്കാൻ പോകുന്നു, ഒരു പാട്ടിൻ്റെ ഇതിന് പോയിട്ട് 4-5 ദിവസം നിൽക്കുന്നു. തിരിച്ച് വന്നപ്പോൾ മൊബൈലെടുത്ത് നോക്കുമ്പോൾ ഫിറോസിന് മനസ്സിലായി ആ ഡയറക്ടറുമായിട്ടും സജിന ബന്ധമായിരിക്കുന്നതെന്ന്. ആ സമയത്ത് തന്നെ ആദ്യ ഭർത്താവിനെ കളഞ്ഞതിന് ശേഷമാണ് ഫിറോസുമായിട്ട് കല്യാണം കഴിക്കുന്നത്. ആ സമയത്ത് തന്നെ ഫിറോസ് സജിനയെപ്പറ്റി അന്വേഷിച്ച ഒരാളുമായിട്ട് ബന്ധം. അത് കഴിഞ്ഞ് ആൽബത്തിൽ അഭിനയിക്കാൻ പോകുമ്പോൾ അവരുമായി ബന്ധം. പിന്നെ ഇതുപോലുള്ള ബന്ധം മാത്രമല്ല, വേറൊരു പ്രൊഡ്യൂസറുടെ കൂടെ ഇറങ്ങിപ്പോയിട്ട് അവിടെ നിന്നിട്ട് ഫിറോസിനെതിരെ എന്തൊക്കെയോ ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതി വെക്കുന്നതോ എന്തൊക്കെയോ കാണിക്കുന്നു. അപ്പോൾ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഇനി ഞാൻ ഫിറോസിൻ്റെ കൂടെ ജീവിക്കാനോ എന്ന് പറയുന്നുണ്ട്. പിന്നെ എങ്ങനെയാണോ തിരിച്ച് വീണ്ടും ഫിറോസിൻ്റെ തലയിൽ തന്നെ എത്തിയത്, അതിന് ശേഷമാണല്ലോ നമ്മൾ ബിഗ് ബോസിൽ വന്നതും പിന്നെ എല്ലാ ഇതും കണ്ടത് അങ്ങനെയാണല്ലോ. പക്ഷെ അതൊക്കെ കഴിഞ്ഞിട്ടും തിരിച്ചു വന്നപ്പോൾ ഫിറോസ് സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ അതൊരു വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ആദ്യം 1-2 പേരുടെ കൂടെ ബന്ധമുണ്ടായി ഫിറോസിൻ്റെ ഭാര്യയായിരിക്കെ തന്നെ. അത് കഴിഞ്ഞതിന് ശേഷം പ്രൊഡ്യൂസറുടെ കൂടെ ഇറങ്ങിപ്പോയി ഫിറോസിനെതിരെ എന്തൊക്കെയോ എഴുതി ചേർക്കുന്നു, സ്വന്തം ഇഷ്ടപ്രകാരം വന്നു, ഫിറോസിൻ്റെ കൂടെ ഇനി ജീവിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോഴും സജിനിയെ വളരെ സ്നേഹമായി സ്വീകരിച്ചെന്ന്, അത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്ന് പറയുന്നു. പക്ഷേ അതിനേക്കാൾ കൂടുതൽ തോന്നുന്നത് സജിന പറഞ്ഞതിലും കുറച്ചൊക്കെ കാര്യങ്ങൾ ഫിറോസും ചെയ്തിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കും വീണ്ടും വീണ്ടും സ്വീകരിച്ചത്. ചിലവർ ചിന്തിക്കുന്നത് പോലെ ഫിറോസിൻ്റെ സ്വഭാവം കൊണ്ടാണ് സജിന ഇങ്ങനെ ആയിപ്പോയത് എന്ന് പറയുമ്പോൾ ശരിയാണ്. ഫിറോസിന് പല സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട്, അതുപോലെ തന്നെ ആദ്യ വിവാഹത്തിലെ കുഞ്ഞിനെ നോക്കാൻ വിട്ടില്ല, പല പീഡനങ്ങളും അനുഭവിച്ചു എന്നൊക്കെ അന്ന് സജിന പറഞ്ഞപ്പോൾ എല്ലാവരും വിശ്വസിച്ചതുപോലെ തന്നെയാണ്. ആയിരിക്കാം, അങ്ങനെയാണ് സജിന ഇങ്ങനെ ആയിപ്പോയത് എന്ന് പറയുമ്പോൾ റസൂൽ പൂക്കുട്ടിയോടൊരു ഇഷ്ടം തോന്നിയത് അതുകൊണ്ടാണെന്ന് നമുക്ക് വിശ്വസിക്കാം. പക്ഷേ ഫിറോസ് പുറത്തുവിട്ട വോയിസിലൊക്കെ റസൂൽ പൂക്കുട്ടിയോട് ഇഷ്ടമാണോ അല്ല പണത്തിനോടുള്ള ആർത്തിയാണോ, ഇഷ്ടമല്ല
അല്ലല്ലോ നമ്മൾ കാണുന്നത്. 10 കോടി വേണം, 3 കോടി വേണം, അങ്ങനെ ഒരു ഭീഷണിപ്പെടുത്തുന്നത് പോലെയാണ് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഫിറോസ് പറയുന്നുണ്ട്, റസൂൽപ്പുക്കുട്ടീൻ്റെ ഭാര്യയ്ക്ക് ക്യാൻസറായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അവരോട് പറയണം സജിന ഗർഭിണിയായത്. അതൊക്കെ ഒരു ഭീഷണി സ്വരത്തിലാണ് പറയുന്നത്. ഇത്ര സുഖമില്ലാതിരിക്കുന്ന, അതും സ്വന്തം ഭാര്യയോട് പറയണത്രേ സജിന ഗർഭിണിയാണ്, തൻ്റേതാണ് കുട്ടിയെന്ന് പറയണമെന്ന്. ഇപ്പോൾ റസൂൽപ്പുക്കുട്ടി തന്നെ അമ്മയോട് സംസാരിക്കുന്നതിൽ പറയുന്നുണ്ട് വീട്ടുകാരോടൊക്കെ പറഞ്ഞു എന്നുള്ളത്. പക്ഷേ സജിന ഇങ്ങനെയൊക്കെ ആയതിൻ്റെ ആണിക്കല്ല് ആ അമ്മയാണെന്ന് തന്നെ നമുക്ക് പറയാം. കാരണം റസൂൽ പൂക്കുട്ടി സംസാരിക്കുമ്പോൾ ആ അമ്മയോട് പറയുന്നുണ്ട്, നമുക്ക് ഫിറോസിനെ ഏതെങ്കിലും ഇല്ലീഗൽ കേസിൽ പെടുത്തുക എന്ന് പറയുമ്പോൾ അതൊക്കെ ചെയ്തോ എന്നുള്ള രീതിയിലാണ്. അപ്പോഴും ആ അമ്മ പറയുന്നില്ല. കാരണം തൻ്റെ മകള് ഇതുപോലെ അഴിഞ്ഞാടി നടക്കുന്നു എന്നുള്ളത് ആ അമ്മയ്ക്കറിയില്ലേ. എന്നിട്ടും അങ്ങനെയൊന്നും ചെയ്യണ്ട. കാരണം അവരുടെ കയ്യിലുള്ള രണ്ടാമത്തെ കുട്ടിയുടെ ഫാദറാണ് ഫിറോസ്. അപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യണ്ട എന്നല്ല ആ അമ്മയും പറയുന്നത്. പിന്നെ എങ്ങനെ മോള് നന്നാവാനാ? പിന്നെ ഫിറോസിൻ്റെ സ്വഭാവം കൊണ്ട് സജിന പോയതാണെങ്കിൽ, റസൂൽ പൂക്കുട്ടി മാത്രമാണെങ്കിൽ നമുക്ക് ഓക്കെ, ആ ഒരു സ്നേഹം തേടിപ്പോയി, നല്ല കെയറിങ് കിട്ടി, അങ്ങനെ ചിന്തിക്കുക. പക്ഷേ ഫിറോസ് പറയുന്ന ലിസ്റ്റുകൾ എത്രയാളുടെ കൂടെയാണ്. ഇതുപോലെ ഡയറക്ടറുടെ കൂടെ പോയി, ആരുടെയോ കൂടെ പോയി എഗ്രിമെൻറ്റ് വെച്ച് 3 മാസം താമസിച്ചു. അപ്പോൾ അവനൊരു ഫ്രോഡാണെന്ന് മനസ്സിലായപ്പോൾ ഇക്ക എന്നും പറഞ്ഞ് ഓടി വന്നെന്ന്. ഈ ഇക്ക എന്ന് പറഞ്ഞ് ഓടി വരുമ്പം പലരുടെയും കൂടെ പോയി മാസങ്ങളോളം താമസിച്ചിട്ട് വരുമ്പോൾ എന്തിനായിരിക്കാം ഫിറോസ് ഇതുപോലെ സ്വീകരിച്ചിട്ടുണ്ടാവുന്നത്? ഫിറോസും മറ്റെന്തെങ്കിലും മറക്കാൻ വേണ്ടി ആയിരിക്കുമോ? ഇനി അങ്ങനെ തന്നെ ആയാലും സജിന എന്തിനെയാണ് ന്യായീകരിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. പണത്തിന് വേണ്ടിയിട്ടായാലും എന്തിനു വേണ്ടിയിട്ടായാലും ഇവരിനിയും ഇതുപോലെ ജീവിക്കുമ്പോൾ, മക്കൾ വലുതാവുമ്പോൾ, ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഉണ്ട്, എന്നിട്ടും പോയ കുഞ്ഞിനെ കിട്ടാത്തത് കൊണ്ട് എന്താ ഡിപ്രഷനിലായി, മാനസികമായിട്ട് എന്തൊക്കെയോ ആയി എൻ്റെ ഉമ്മയ്ക്കറിയാം. ഇപ്പോൾ ഉള്ള 2 കുഞ്ഞുങ്ങളെ സജിന നോക്കുന്നുണ്ടോ? എന്തെങ്കിലും അവർക്ക് വേണ്ടി ചെയ്യുന്നുണ്ടോ? ഇതുപോലെ പണം കൊടുക്കുന്നുണ്ടായിരിക്കാം, പക്ഷേ നാളെ അവർക്ക് ഉണ്ടാകുന്ന അപമാനം എന്താണെന്ന് ഈ സജിന ചിന്തിക്കുന്നുണ്ടോ? അവരുടെ സുഖം മാത്രം ചിന്തിച്ചിട്ട് ഇതുപോലെ പലയാണ്, ഒരാളോ രണ്ടാളോ അല്ല ഫിറോസ് പറയുന്നത്. അത് സത്യമാണെങ്കിൽ സജിന പോവാത്ത ആരുമില്ല എന്ന് തന്നെ പറയാം. ആരെ പരിചയപ്പെടുന്നോ അവരുടെ കൂടെ പോയി താമസിക്കുന്നു. അത് പുറലോകത്തോട്ട് അറിയാതെ ഇത് മൂടി വെക്കാൻ വേണ്ടി പല സുഹൃത്തുക്കളും കൂടെയുണ്ട്. ഒരു സ്ത്രീ എങ്ങനെ ആവരുത് എന്ന് കാണിച്ചു തരുന്ന ഒരു സ്ത്രീയായിട്ടാണ് സജിന വന്നത്. പക്ഷേ കണ്ണീരും ഇതും കൊണ്ട് പുറത്ത് വന്നിട്ട് അയ്യോ ഫിറോസിനെ ഒരുപാട് കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിരപരാധിയാവും എന്നുള്ളൊരു ചിന്തയിലായിരിക്കുമല്ലോ. എന്നിട്ട് അതിൻ്റെ ഇടയിലേക്കൂടി ഫിറോസിനെയും വിളിച്ച് പറയുന്നത്, ഇക്കാ നിങ്ങൾ വന്നിട്ട് ഇങ്ങനെ പറയണമെന്നുള്ളത്. എന്തായിരിക്കും അവരുടെ മനസ്സിൽ? അയ്യോ, ഒരു സാധാരണക്കാർക്ക് കേൾക്കാൻ പറ്റുന്നതൊന്നുമല്ല ഫിറോസിൻ്റെ വോയിസിൽ പറയുന്നത്. ഫിറോസിൻ്റെ ചാനലിൽ പോയിട്ട് കണ്ടു കഴിഞ്ഞാൽ ഫുൾ വോയിസ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. 3 പാർട്ടായിട്ട് ഫിറോസ് ഇട്ടിട്ടുണ്ട്. ശരിക്കും സജിന ചെറുപ്പം മുതൽ ഇതുപോലെയാണെന്നാണല്ലോ മനസ്സിലാവുന്നത്. 17 വയസ്സിൽ ഏതോ ഒരാളെ സ്നേഹിച്ചു പോയി, അവിടുന്ന് അത് 3 വർഷം ജീവിച്ചു, അവിടുന്ന് മടങ്ങി വന്നു ഫിറോസിൻ്റെ കൂടെ ജീവിച്ചു. ഫിറോസിൻ്റെ കൂടെ ജീവിക്കുമ്പോൾ തന്നെ പലരുടെയും കൂടെ പോയി ജീവിച്ചു. ആൽബങ്ങളുടെ കൂടെ പോകുമ്പോൾ അവരുടെ കൂടെ ജീവിക്കുന്നു. അങ്ങനെ ആരെയാണ് പരിചയപ്പെടുന്നത് അവരുടെയൊക്കെ കൂടെ പോയി താമസിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഫിറോസ് പറയുന്നത്. നമുക്കറിയില്ല സത്യമാണോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ പല തെളിവുകളും ഫിറോസ് വെക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ സമൂഹത്തിൻ്റെ മുമ്പിൽ ഫിറോസ് വന്ന് പറയുമ്പോഴും സജിന വന്ന് പറയുമ്പോഴും ഇതിൽ ആരാണ് ജയിച്ചത്, ആരാണ് തോറ്റത്? ഇവരുടെ കൂടെ ജീവിച്ചതിൽ തോറ്റത് കുട്ടികൾ മാത്രമാണ്. കാരണം നാളെ അവർക്ക് ഈ ഫാദറിൻ്റെയും മദറിൻ്റെയും കാര്യം പൊതുസമൂഹത്തിൽ ചർച്ചയാവുമ്പോൾ ഈ കുട്ടികൾ എങ്ങനെയാണ് ഇനി മുന്നോട്ട് ജീവിക്കുന്നത്? ചെറിയ ചെറിയ കാര്യമാണോ പറയുന്നത്? അവരുടെ ഉമ്മ 10ഉം 15ഉം ആളുടെ കൂടെ പോയി ജീവിച്ചിരിക്കുന്നു. അതിനുശേഷം ഭീഷണി, കൊട്ടേഷൻ എന്തൊക്കെയാണ് അത് അവരുടെ ഫാദർ എടുത്തിട്ട് പുറത്തിടുന്നു. ഈ കുട്ടികൾക്ക് ഒരിക്കലും അവർ ഫാദറും മദറും അല്ലാതാവില്ലല്ലോ. അവരുടെ അച്ഛനും അമ്മയും ഇതുപോലെ ആയി എന്ന് പറയുമ്പോൾ ആ കുട്ടികളാണ് തല താഴ്ത്തുന്നത്. ശരിക്കും ഇതിൽ പറയാനുള്ളത് ആ ഉമ്മയാണ്. ആ ഉമ്മയുടെ മുമ്പിൽ വെച്ചിട്ടാണ് റസൂൽ പൂക്കുട്ടിയോട് സജിന സംസാരിക്കുന്നത്. അറപ്പുളവാക്കുന്ന, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കാര്യങ്ങൾ ഒരു സ്ത്രീ പറയുമോ എന്ന് ചിന്തിക്കുന്നത്. എന്നിട്ടും റസൂൽ പൂക്കുട്ടിക്ക് സജിനയെ സ്നേഹിക്കാൻ പറ്റുമോ? സ്നേഹം ഇതുപോലെ വിലക്ക് വാങ്ങാൻ പറ്റുന്നതാണോ? എന്നെ സ്നേഹിക്ക്, എനിക്ക് നിങ്ങളുടെ ഒരു കുട്ടി വേണം, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ റസൂൽ പൂക്കുട്ടി വന്നിവരെ സ്വീകരിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? കാരണം അത്രത്തോളം കാര്യമാണ് നമ്മൾ കേൾക്കുന്ന ഒരു ഫോൺ കോളിലുള്ള വോയിസിൽ നമ്മൾ കേൾക്കുന്നത്. ആ സമയത്ത് ഈ ഉമ്മ ഇതൊക്കെ കേട്ടോണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഏതോ ഒരു കുഞ്ഞ് അടുത്ത് വന്നപ്പോൾ അങ്ങോട്ട് പോയിരിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളും ഈ സജിന പറയുന്ന കേൾക്കുന്നുണ്ടല്ലോ. ഫിറോസിൻ്റെ ചാനലിലുണ്ട് ആ വോയിസ്. നമുക്കയ്യോ ഇതൊരു സ്ത്രീ തന്നെയാണോ പറയുന്നത്, അതും റസൂൽ പൂക്കുട്ടിയോടാണ് പറയുന്നത്. ഭയങ്കരമല്ലേ ഓസ്കാർ ജേതാവിൻ്റെ ഒരു ജീവിതം.
എത്രയൊക്കെ മഹാനായ സമൂഹത്തിൻ്റെ മുന്നിൽ നിന്നാലും അവാർഡ് ഏറ്റവും വലിയൊരു ഓസ്കാർ അവാർഡ് കിട്ടിയ ഒരാളോടാണ് സജിന ഇതൊക്കെ പറയുന്നത്. അയാളുടെ വിലക്കും നിലക്കും അനുസരിച്ച് അയാൾ ജീവിച്ചിരുന്നെങ്കിൽ ഇതുപോലെ സമൂഹത്തിൻ്റെ മുമ്പിൽ നാണം കെടുക. അയാളുടെ മക്കളെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. മുതിർന്ന 2 മക്കളാണ് അവർക്കുള്ളത്, അസുഖമുള്ളൊരു ഭാര്യയും. ഇതൊന്നും ചിന്തിക്കാതെ ഇതുപോലെ പല പെൺകുട്ടികളെയും ഇതുപോലെ ഉപയോഗിച്ച് വിട്ട് അങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഫിറോസ് പറഞ്ഞ ഒരാളാണ് ഗായിക. ആ ഗായികയെ പറ്റി ഫിറോസ് പറയുന്നുണ്ട്. അതുപോലെ പറയുന്നുണ്ട് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു, എല്ലാ ലഹരിയിലാണ് ഇവർ ജീവിക്കുന്നത്, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് നടക്കുന്നതല്ലേ. നമ്മൾ അറിയുന്നവർ ഇതുപോലെ പലരും അകത്ത് എന്തെല്ലാം ഇതുപോലുള്ള കളികൾ നടക്കുന്നുണ്ട് എന്നുള്ളത് പുറത്ത് വരുമ്പോഴേ നമ്മൾ അറിയുന്നുള്ളൂ. ഇങ്ങനെയുള്ളവരെയാണ് എല്ലാവരും ആരാധിച്ച് അവർക്ക് വേണ്ടിയിട്ട് അയ്യോ അവരുടെ കമൻറ്റ് ബോക്സിലൊക്കെ പോയി കഴിഞ്ഞാൽ അയ്യോ ഇത്താ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്തൊക്കെയാണ്. ഈ സജിനയുടെ പറയുമ്പോഴും നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഭർത്താവ് ഭാര്യയെ കൊന്നിട്ട് ഭർത്താവ് ആത്മഹത്യ ചെയ്തത് കണ്ടിരുന്നു. ആ സ്ത്രീയെ പറ്റിയും പറയുന്നത് ഇത് തന്നെ. ഭർത്താവ് അവിടെ നിൽക്കുമ്പോൾ ഒരാളുടെ കൂടെ ഇറങ്ങിപ്പോയിട്ട് ഈ മക്കളുടെ മുമ്പിൽ വെച്ചിട്ട് പറയുന്നതും ഈ മക്കളുടെ മുമ്പിലാണ് ഈ അവിഹിത കഥകൾ മുഴുവനും ചർച്ച ചെയ്യുന്നതും ഒക്കെ. തീരെ നിവൃത്തിയില്ലായിട്ടാണ് ആ ഭർത്താവ് ആ ഭാര്യയെ കൊന്നതെന്ന് പറയുന്നു. അതൊരു സാധാരണ വീട്ടിൽ. ഇവിടെ ഇപ്പം ഒരു ഭാഗത്ത് ഓസ്കാർ അവാർഡ് ജേതാവ് റസൂൽ പൂക്കുട്ടി, ഇപ്പുറത്ത് ഫിറോസിൻ്റെ ഭാര്യ സജിന. ഇവരൊക്കെ സമൂഹത്തിൽ എന്തോ വലിയ ആൾക്കാരായി ജീവിക്കുന്നവരാണ്. പക്ഷേ നാറിയ കഥകളാണ് ആ വോയിസിൽ നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. ഇതിലൊരു തെറ്റും ചെയ്യാത്തത് റസൂൽ പൂക്കുട്ടിയുടെ ഭാര്യയും 2 മക്കളുമാണ്. അവർക്ക് തലയുയർത്തിയിട്ട് സഹപാഠികളുടെ മുമ്പിലോ സമൂഹത്തിലോ ഇറങ്ങാൻ പറ്റുമോ? എത്രയായാലും അവരുടെ അച്ഛനല്ലേ. റസൂൽ പൂക്കുട്ടിയുടെ പണ്ടത്തെ ഇൻ്റർവ്യൂവിലൊക്കെ അയ്യോ മക്കളെ എങ്ങനെയാണ് അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മളൊരു നല്ല ഗൃഹനാഥനാണ് എന്നാണ് വിചാരിക്കുന്നത്. ഏതായാലും സ്നേഹം വന്നു, സജിനയോട് സ്നേഹം വന്നു. അതാണോ? അല്ല. റസൂൽ പൂക്കുട്ടിക്ക് ഇത് തന്നെയാണ്. സജിനയുടെ വോയിസിൽ കേൾക്കുമ്പോൾ സജിനയെ നന്നായി ഹെൽപ്പ് ചെയ്യുന്ന 2-3 കൂട്ടുകാരികളുടെയും ഒരു അച്ചായൻ്റെയും പേരൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇത്രയും കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് അവർ എന്തെങ്കിലും സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ആയിരിക്കും അല്ലേ. അല്ലാതെ ഒരാൾക്ക് ബുദ്ധിമുട്ട് വന്നാലോ ഒന്നും സഹായിക്കാത്ത ഇന്നത്തെ കാലത്ത് ഈ ഒരു കാര്യത്തിന് ഇത്രത്തോളം സഹായിക്കുമ്പോൾ റസൂൽ പൂക്കുട്ടിയുടെ ഭാഗത്തു നിന്നും സജിനയുടെ ഭാഗത്തു നിന്നും സാമ്പത്തിക ലാഭം നല്ലപോലെ ഉണ്ടാവും. അല്ലാതെ ഇങ്ങനെ ഒരു സപ്പോർട്ട് ഉണ്ടാവുമോ? ഏറ്റവും രസം ആ വോയിസ് കേൾക്കുമ്പോൾ അള്ളാ തന്ന ഒരു കുഞ്ഞാണ് എനിക്ക്. കാരണം അത്രത്തോളം ആഗ്രഹിച്ചിരുന്നു. 2 കുഞ്ഞുങ്ങൾ വേറെയുണ്ട്. അവരുടെ ഭാവിയെ പറ്റിയോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിനെ പറ്റിയോ ഒരു അമ്മ എന്ന നിലയിൽ ഒന്നുമില്ല. സ്വന്തം അമ്മയുടെ കയ്യിൽ ആ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചിട്ട് ആദ്യത്തെ കുഞ്ഞിനെ ഉമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ച് ഫിറോസിൻ്റെ കൂടെ വന്നു. ഫിറോസിൽ നിന്ന് കുഞ്ഞായപ്പോൾ ആ കുഞ്ഞിനെ ഇട്ടിട്ടാണ് മറ്റുള്ള പലരുടെ കൂടെയും പോയി ജീവിച്ചത് എന്ന് ഫിറോസ് അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഉള്ള കുട്ടികളെ നോക്കാതെ ഈ റസൂൽ പൂക്കുട്ടിയുടെ കയ്യിൽ നിന്ന് എനിക്കൊരു കുഞ്ഞിനെ വേണം, നിങ്ങളുടെ ഒരു കുഞ്ഞിനെ എനിക്ക് വേണം, ഞാൻ അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. സത്യത്തിൽ ഈ റസൂൽ പൂക്കുട്ടിയോട് പറഞ്ഞ ഓരോ കാര്യങ്ങളും ശരിക്കും നമുക്ക് അറപ്പോടു കൂടി അല്ലാതെ കേൾക്കാൻ പറ്റില്ല. ഒരു സ്ത്രീ ഇത്രത്തോളം ഒരാളോട് സംസാരിക്കുക, അത് തെളിവായിക്കൊണ്ട് എത്ര കാലം കഴിഞ്ഞാലും ഇത് ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ കിടക്കും. ഈ സജിനയുടെ ആയാലും റസൂൽ പൂക്കുട്ടിയുടേതായാലും കുഞ്ഞുങ്ങൾ ഇത് കേൾക്കുമ്പോൾ, റസൂൽ പൂക്കുട്ടിയുടെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ തന്നെ വലിയ കുഞ്ഞുങ്ങളാണ്. സജിനയുടെ 2 മക്കൾ വളർന്ന് വലുതാവുമ്പോൾ അമ്മ സംസാരിച്ച കാര്യങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവും. അന്ന് എന്തായിരിക്കും സജിനയ്ക്ക്? അതൊന്നും പ്രശ്നമില്ലാത്തതുകൊണ്ടായിരിക്കുമല്ലോ ഇതുപോലെ ഒന്നും ചിന്തിക്കാതെ നടക്കുന്നത്. അതൊരു റസൂൽ പൂക്കുട്ടി മാത്രമായാൽ കുഴപ്പമില്ല. പക്ഷേ ഫിറോസ് ഇപ്പോൾ ഒരുപാട് ആളുകളുടെ ലിസ്റ്റാണ് എടുത്ത് പുറത്തിട്ടിരിക്കുന്നത്. അവരുടെ ഫോട്ടോയോടുകൂടിയാണ് ഇവരുമായിട്ടൊക്കെ സജിനയ്ക്ക് ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്നതായ വോയിസും ഫോട്ടോയും കാണിച്ചിരിക്കും. ഇപ്പോൾ പുതിയൊരു ഇൻ്റർവ്യൂവും കൂടി സജിനയുടേത് വന്നിട്ടുണ്ട്. അതിലും ന്യായീകരിച്ച് അയ്യോ എന്നെ ഇതുപോലെ എൻ്റെ ഫ്രണ്ട്സ് സപ്പോർട്ട് ചെയ്തത് കൊണ്ടാണ് ഞാനിങ്ങനെ ആയത് എന്നൊക്കെ പറയുന്ന കൂട്ടത്തിൽ മന്ത്രിക്ക് പരാതി കൊടുത്തതൊക്കെ പറയുന്നുണ്ട്. മന്ത്രി വളരെ നല്ല രീതിയിൽ, പറയാതിരിക്കാൻ വയ്യ അത്രക്കും നല്ല രീതിയിലാണ് എന്നോട് പെരുമാറിയത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തിനായിരിക്കാം സജിന ഈ പരാതി കൊടുത്തത്? ആരുടെ കയ്യിൽ നിന്ന് നീതി കിട്ടാനാ? ഫിറോസിൻ്റെ കയ്യിൽ നിന്നോ അതോ റസൂൽ പൂക്കുട്ടിയുടെ കയ്യിൽ നിന്നോ? എന്താണ് റസൂൽ പൂക്കുട്ടി ചെയ്യേണ്ടത്? സ്വന്തം അസുഖമുള്ള ഭാര്യയെയും മക്കളെയും വിട്ടിട്ട് സജിനയെ വിവാഹം ചെയ്ത് വീട്ടിൽ കൊണ്ടുപോകണമെന്നോ അതോ സജിന ബാർഗെയിൻ ചെയ്തതുപോലെ കോടികൾ 10 കോടിയോ 3 കോടിയോ അതൊക്കെ കിട്ടാൻ വേണ്ടിയാണോ? എന്താണ് ഉദ്ദേശിക്കുന്നത്? അതോ ഇനിയും ഒരു റസൂൽ പൂക്കുട്ടിയുടെ കയ്യിൽ നിന്നൊരു കുഞ്ഞിനെ വേണമെന്നാണോ നീതിക്ക് വേണ്ടി പോകുന്നത്? എന്തായാലും പണം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സുഖമായി ജീവിക്കാം എന്ന് വിചാരിക്കുകയാണെങ്കിൽ പണം മാത്രം മതിയോ? പണത്തേക്കാൾ വലുതല്ലേ മാനം? ഇതുപോലെ മാനം കെട്ട് സോഷ്യൽ മീഡിയയിലും മക്കളുടെ മുമ്പിലും എല്ലാവരുടെ മുമ്പിലും നാണം കെട്ട് ഈ കോടികൾ കൊണ്ട് എങ്ങനെയാണ് മനസമാധാനത്തിൽ സജിന ജീവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ഈ ഏതോ ഒരു മായാലോകത്ത് പോലെ ഇത്രയും കോടികൾ, അതുപോലെ റസൂൽ പൂക്കുട്ടി BMW എടുത്ത് കൊടുക്കുന്നു, ഇഷ്ടം പോലെ കാശ് കൊടുക്കുന്നു, അങ്ങനെ പറന്ന് നടക്കുമ്പോൾ നാളെ എന്നൊരു ചിന്ത സജിനയുടെ മനസ്സിലില്ല. സജിന മാത്രമല്ല, ഇങ്ങനെ ജീവിക്കുന്ന പല സ്ത്രീകളുടെയും മനസ്സിലില്ല. പണമാണ് ഏറ്റവും വലുത്. അവിടെ സ്നേഹത്തിനോ മാനത്തിനോ ഒന്നും ഒരു വില കൽപ്പിക്കാതെ
ജീവിച്ചിങ്ങനെ പോവുക. ഇതിനിപ്പോൾ നാളെ എന്താവും എന്നൊന്നും അറിയില്ല. ഇതിപ്പോൾ ഫിറോസിൻ്റെ ഭാഗത്താണോ സജിനയുടെ ഭാഗത്താണോ ന്യായം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. വീട്ടിലവരെങ്ങനെയായിരുന്നു എന്നൊന്നും. എന്തായാലും ഈ ഫിറോസ് പുറത്തുവിട്ട വോയിസും കാര്യങ്ങളൊക്കെ സത്യമാണെങ്കിൽ അയ്യോ, ഇതുപോലൊരു സ്ത്രീയോ, അവരുടെ നാവിൽ നിന്ന് കേൾക്കുന്ന വാക്കുകളൊക്കെ നമുക്ക് പോലും കേട്ടിരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ സ്വന്തം മക്കൾ, ഉമ്മയുടെയൊക്കെ മുമ്പിൽ വെച്ച് ഇത് എങ്ങനെ പറയുന്നു എന്ന് അത്ഭുതം കൊള്ളുകയാണ്.